അതിജീവനത്തിനായി സമരം നടത്തുന്ന ആശാ വർക്കർമാരെ തിരിഞ്ഞു നോക്കാതെ സംസ്ഥാന സർക്കാർ. പ്രതിഷേധ സമരം 13ാം ദിവസത്തിലേക്ക് എത്തിയിട്ടും ചർച്ചയ്ക്കും പ്രശ്നപരിഹാരത്തിനും സർക്കാർ തയ്യാറാകുന്നില്ല. അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് കൂടി ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചതോടെ ആരോഗ്യ മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ രൂപം മാറുകയാണ്. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഇവർ കടന്നെങ്കിലും സർക്കാർ ഇപ്പോഴും ഈ അതിജീവന സമരത്തെ കാണുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 26,000-ത്തിലധികം വരുന്ന ആശാ വർക്കർമാർ പ്രതിഷേധത്തിന്റെയും പണിമുടക്കിന്റെയും ഭാഗമാവുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇന്നലെ മുതൽ നമ്മൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ സർക്കാരിനോടല്ലേ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മുഖം തരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇരുന്നിട്ട് പ്രയോജനമുണ്ടോ എന്നൊരു ആശങ്കയുടെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല. ഇരുന്നത് വാങ്ങിക്കാനാണ്, വാങ്ങിച്ചിട്ട് ഇവിടുന്ന് എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ സർക്കാരിന്റെ പ്രയോറിറ്റികളാണ് ഇപ്പം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം 232 രൂപ വേതനം വാങ്ങിക്കുന്നവന്റെ ശമ്പളം വർദ്ധിപ്പിക്കാനോ ആ വേതനം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു വിരമിക്കൽ ആനുകൂല്യം നൽകാവുന്നതോ സർക്കാരിന്റെ പ്രയോറിറ്റിയിലില്ല. വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവരുടെ കാര്യങ്ങളാണ് സർക്കാരിന്റെ അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാർ കഴിഞ്ഞ 13 ദിവസമായി അതിജീവന സമരത്തിലാണ്. ഓരോ ആശാ വർക്കർമാരും നീരുപറ്റി രക്തം വെള്ളമാക്കി ഇത്രയും കാലം കഷ്ടപ്പെട്ടപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളാണ് കഴിഞ്ഞ 13 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പ്രതീക്ഷയിലാണ് ഇവർ. ജനം, തിരുവനന്തപുരം. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരം ഞായറാഴ്ച നടക്കും. ഇന്ന് രാവിലെ 9-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം CPM നേതാക്കൾ ഏറ്റുവാങ്ങും. പകൽ 12-ന് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും 2:30-ന് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12-ന് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഏതാനും മാസങ്ങളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ച ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്.